ഹലോ, ഗുഡ് ഈവനിങ് ടു ഓൾ. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു സെക്ഷൻ കോൺട്രാസെപ്ഷൻ അല്ലെങ്കിൽ ഫാമിലി പ്ലാനിംഗ് മെത്തേഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നത് 3 പാർട്ടായിട്ടേ അത് കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ട് എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതിന്റെ സെക്കൻഡ് സെക്ഷനിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. ഇനി ഒരു തേർഡ് സെക്ഷനും കൂടെ നമുക്ക് വേണം. അപ്പോൾ അതിന്റെ ബാലൻസ് ആയിട്ടുള്ള കുറച്ച് റിമൈനിങ് ടോപ്പിക്സും അതിന്റെ കൂടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കൂടെയാണ് അടുത്ത സെക്ഷനിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സമയം കളയാതെ ഡയറക്റ്റ് നമ്മുടെ ഈ പുതിയ സെക്ഷനിലേക്ക് പോകുന്നു. കോൺട്രാസെപ്ഷൻ പാർട്ട് ബി. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഇൻട്രായൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് അല്ലെങ്കിൽ IUCDയുടെ കോൺട്രാ ഇൻഡിക്കേഷൻസ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഇൻട്രായൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസിന്റെ അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ വരെ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ്. ദാറ്റ് ഈസ് ഹോർമോണൽ കോൺട്രാസെപ്ഷൻ. നമുക്കറിയാം, നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ ഹോർമോണൽ കോൺട്രാസെപ്ഷന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെ ആയിട്ടുണ്ട് ഹോർമോണൽ കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തു നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഹോർമോണൽ കോൺട്രാസെപ്ഷൻ മെത്തേഡിനകത്ത് നമുക്ക് മെയിൻലി 6 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്ന് ഓറൽ പിൽസ് അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, ദെൻ കോമ്പിനേഷൻ ഓഫ് പിൽസ്, കമ്പൈൻഡ് പിൽ എന്ന് പറയാം, പ്രൊജസ്റ്റോജൻ ഓൺലി പിൽ ഓർ മിനി പിൽ ഓർ മൈക്രോ പിൽ, then post-coital pill or emergency pill or morning after pill, then once a month pill or long-acting pill and male pill. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഹോർമോണൽ കോൺട്രാസെപ്ഷന്റെ സബ് കാറ്റഗറീസ് ആയിട്ട് വരുന്നത്. ഇത് കൂടാതെ നമുക്ക് ഡിപ്പോട്ട് ഫോർമുലേഷൻസ് ഉണ്ട് കേട്ടോ. ഡിപ്പോട്ട് ഫോർമുലേഷൻസ് എന്ന് പറയുമ്പോൾ മെയിൻലി 3 കാറ്റഗറിയാണ് വരുന്നത്. ഇൻജെക്റ്റബിൾ കോൺട്രാസെപ്ഷൻ, സബ്ക്യൂട്ടേനിയസ് ഇംപ്ലാന്റുകൾ യൂസ് ചെയ്യുക, അതുപോലെ വജൈനൽ റിംഗ്. ഇത് 3 സ്ലോ റിലീസ് ആയിട്ടുള്ള ഡിപ്പോട്ട് ഫോർമുലേഷൻസ് ആണ്. ഹോർമോൺസ് തന്നെയാണ്, അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഡിപ്പോട്ട് ഫോർമുലേഷൻ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഇൻജെക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ്സ്, സബ്ക്യൂട്ടേനിയസ് ഇംപ്ലാന്റ്സ് ആൻഡ് വജൈനൽ റിംഗ്സ് ഡിപ്പോട്ട് ഫോർമുലേഷൻ അകത്തും വരും. ഓക്കെ, നമുക്കിനി 1 by 1 ഓരോന്നും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ച് പോവാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ. നമ്മൾ OCP എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. OCPയുടെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കാം. OCP ഈസ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്. ഇതിനകത്ത് നമുക്കുള്ളത് നാച്ചുറൽ ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും പോലെയുള്ള കെമിക്കൽസ് ആണ് നമ്മൾ ഇതിനകത്ത് ഉള്ളത്, ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിനകത്തുള്ളത്. അപ്പൊ ഇവരെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവർ ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യും. Okay, they act by preventing ovulation and further process of fertilization prevent ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലുകൾ ചെയ്യുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. അവരുടെ പ്രൈമറി ആക്ഷൻ എന്ന് പറയുന്നത് ഓവുലേഷൻ പ്രിവെൻഷൻ ആണ്. ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിനകത്ത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഹോർമോണൽ ഏജന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈസ്ട്രജൻ ഓർ പ്രൊജസ്ട്രോൺ നമുക്ക് മെയിൻലി യൂസ് ചെയ്യാം. നമുക്ക് സ്റ്റാൻഡേർഡ് ഡോസ് വളരെ ഇമ്പോർട്ടന്റ്. ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ഒക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളുക. നമ്മൾ ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ എടുക്കുകയാണെങ്കിൽ അതിൽ സ്റ്റാൻഡേർഡ് ഡോസ് ഓഫ് ഈസ്ട്രോജൻ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 50 മൈക്രോഗ്രാം. ഓക്കെ, ഒരു OCPയിൽ ഈസ്ട്രോജന്റെ സ്റ്റാൻഡേർഡ് ഡോസ് എത്രയാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്? 50 മൈക്രോഗ്രാം. ഇനി OCPയെ തന്നെ നമുക്ക് മെയിൻലി 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ലോ ഡോസ് പില്ലും വെരി ലോ ഡോസ് പില്ലും. ലോ ഡോസ് പിൽ എന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഈസ്ട്രോജന്റെ കണ്ടന്റ് 50 മൈക്രോഗ്രാമിനെക്കാട്ടിലും കുറവാണ്. അതിൽ കുറച്ച് എമൗണ്ട് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ലോ ഡോസ് പിൽ എന്ന് പറയും. വെരി ലോ ഡോസ് പിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ്ട്രോജന്റെ കണ്ടന്റ് അതിനകത്ത് 20 മൈക്രോഗ്രാമിലും കുറവാണ്. വളരെ ചെറിയ എമൗണ്ടിൽ നമ്മൾ അതിനകത്ത് ഈസ്ട്രോജൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് യൂസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ നമ്മളൊരു OCP എഫക്റ്റീവ് ആകണമെങ്കിൽ അതിൽ മിനിമം വേണ്ട ഒരു ഈസ്ട്രോജന്റെ ലെവൽ ഉണ്ട്. അതിലും താഴ്ന്നു പോയി കഴിഞ്ഞാൽ അതൊരു OCP ആയിട്ട് ആക്ട് ചെയ്യണമെന്നില്ല. ആ മിനിമം എഫക്റ്റീവ് ഡോസ് ആണ് 10 മൈക്രോഗ്രാം. ഓക്കെ, അത് പഠിച്ചു വെക്കുക. മിനിമം എഫക്റ്റീവ് ഡോസ് ഇസ് 10 മൈക്രോഗ്രാം ആൻഡ് സ്റ്റാൻഡേർഡ് ഡോസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 50 മൈക്രോഗ്രാം.
ഓക്കെ. ആൻഡ് മെയിൻ മെക്കാനിസം ഈസ്ട്രോജൻ ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് എഫക്ട് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള മെക്കാനിസം ഏതാണെന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇറ്റ് ഇസ് ഇൻഹിബിഷൻ ഓഫ് ഓവുലേഷൻ. ഓവുലേഷൻ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ഈസ്ട്രോജൻ മെയിൻലി ചെയ്യുന്നത്. ദെൻ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിനകത്ത് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ മെയിൻലി 2 ഹോർമോൺസിനെ മെയിൻലി യൂസ് ചെയ്യുന്നു. ഈസ്ട്രോജനും യൂസ് ചെയ്യാറുണ്ട്, പ്രൊജസ്ട്രോണും യൂസ് ചെയ്യാറുണ്ട്. പ്രൊജസ്ട്രോൺ നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിൽ യൂസ് ചെയ്യുന്ന പ്രൊജസ്ട്രോണിനെ നമുക്ക് മെയിൻലി 4 കാറ്റഗറി അല്ലെങ്കിൽ 4 ജനറേഷൻ ആയിട്ട് നിങ്ങൾക്ക് തിരിക്കാം. ഇത് പഠിച്ചു വെക്കണം. കാരണം ചിലപ്പോൾ നമ്മളൊരു 2nd ജനറേഷൻ പ്രൊജസ്ട്രോൺ കോമ്പൗണ്ട് ചോദിക്കാം, 4th ജനറേഷൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾസ് ഏതൊക്കെ കോമ്പൗണ്ട് വരും? നോറെഥിസ്ട്രോൺ, പിന്നെ നോറെഥിൻഡ്രോൺ, ദെൻ ലിനസ്ട്രനോൾ, ഇങ്ങനത്തെ കോമ്പൗണ്ടുകളൊക്കെ വരും. പഠിക്കാൻ ഇച്ചിരി കട്ടിയുള്ള വേർഡുകളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഓർത്തിരിക്കും കേട്ടോ. പാടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ അത് ഓർത്തു വെക്കും, മറന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓർത്തു വെക്കാം. ഓക്കെ. ദെൻ 2nd ജനറേഷൻ പില്ലിനകത്ത് വരുന്നതാണ് ലെവനോർഗസ്ട്രോൾ, LNG. എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലെവനോർഗസ്ട്രോൾ. എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ 2nd ജനറേഷൻ പ്രൊജസ്ട്രോൺ. സ്റ്റാർ ഇട്ട് വെക്കുക അവിടെ. Okay, and also norgestrel. Norgestrel is also a 2nd generation progesterone. 3rd generation ആയിട്ട് വരുന്ന ആൾക്കാരുടെ പേരുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഡെസഗസ്ട്രോൺ, then ജസ്റ്റോഡീൻ, നോർജസ്റ്റിമേറ്റ്, ഇതൊക്കെ 3rd generation progesterones ആണ്. 4th generation ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? ഡ്രോസ്പെരിനോൺ, then ഡിനോഗസ്റ്റ്, നൊമോജസ്ട്രോൺ, ഇതൊക്കെ 4th generation പ്രൊജസ്ട്രോണിനകത്ത് വരുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കണം, നമ്മൾ OCPക്കകത്ത് യൂസ് ചെയ്യുന്ന പ്രൊജസ്ട്രോൺ കോമ്പൗണ്ട്സിനെ നമുക്ക് 4 ജനറേഷൻസ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. ലെവനോർഗസ്ട്രോൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചോണം. ഇറ്റ്സ് എ 2nd ജനറേഷൻ പ്രൊജസ്ട്രോൺ that is used as an oral contraceptive pill. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോർമോണൽ കോൺട്രാസെപ്ഷൻ ആണ്. അതിനകത്ത് മെയിൻലി 6 കാറ്റഗറീസ് ഞാൻ പറഞ്ഞു. അതിനകത്ത് നമ്മൾ പറഞ്ഞത് ആദ്യം ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിനകത്ത് മെയിൻലി നമ്മൾ 2 ഹോർമോൺസിനെ യൂസ് ചെയ്യുന്നു, ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഈസ്ട്രോജനിന്റെ സ്റ്റാൻഡേർഡ് ഡോസ് ഞാൻ പറഞ്ഞു 50 മൈക്രോഗ്രാം. മിനിമം ഡോസ് വേണ്ടത്, എഫക്റ്റീവ് മിനിമം ഡോസ് എന്ന് പറഞ്ഞാൽ 10 മൈക്രോഗ്രാം. ആൻഡ് ലോ ഡോസ് ആൻഡ് വെരി ലോ ഡോസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് മെയിൻലി ഇത് ആക്ട് ചെയ്യുന്നത് സപ്രഷൻ ഓഫ് ഓവുലേഷൻ ഓർ ഇൻഹിബിഷൻ ഓഫ് ഓവുലേഷൻ. നമുക്കറിയാം ഓവുലേഷൻ നല്ല ക്ലിയർ ആയിട്ട് നടന്നില്ല എങ്കിൽ നമുക്ക് ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുമോ? ഇല്ല, സെക്കൻഡറി യൂസ് ആയിട്ട് റിലീസ് ചെയ്യണം അല്ലെ? അപ്പം അങ്ങനെയാണ് ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലുകളൊക്കെ യൂസ് ചെയ്യുന്നത്, അല്ലാതെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ടൈപ്സ് ഓഫ് ഓറൽ പിൽസ്. നമുക്ക് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അതിന്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ബൈ ഓറൽ റൂട്ട് എടുക്കുന്ന ടാബ്ലറ്റ് ഫോമിലൊക്കെ ആയിരിക്കും ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ടൈപ്സ് ഓഫ് ഓറൽ പിൽസ് ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഈസ് കമ്പൈൻഡ് പിൽ. കമ്പൈൻഡ് പിൽ എന്ന് പറഞ്ഞാൽ ഓപ്പഴേ ഓർത്തോണം, ഇറ്റ്സ് എ കോമ്പിനേഷൻ ആണ്. ആരുടെയൊക്കെ കോമ്പിനേഷൻ ആണ്? നമ്മൾ പറഞ്ഞ ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും കോമ്പിനേഷൻ ആയിട്ട് ഉള്ള പില്ലുകളാണ് കമ്പൈൻഡ് പിൽ. അപ്പൊ കമ്പൈൻഡ് പില്ലിനകത്തെ കണ്ടന്റ് ചോദിച്ചാൽ ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ, ഇറ്റ്സ് എ കോമ്പിനേഷൻ. അത് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഫസ്റ്റ് കോഴ്സ് നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഡേ എന്നാന്ന് ചോദിച്ചാൽ ഇസ് ദ 5th ഡേ ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 5th ഡേ ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ. ആ 5th ഡേക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതാണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, യൂഷ്വലി കമ്പൈൻഡ് പില്ല് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5th ഡേ ഓഫ് മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ഫീമെയിൽ. ഓക്കെ, അതുപോലെ തന്നെ ന്യൂലി മാരീഡ് ഹെൽത്തി കപ്പിൾസിൽ ബെസ്റ്റ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ഏതാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓറൽ കോൺട്രാസെപ്ഷൻ ആണ്. കമ്പൈൻഡ് പില്ലാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ സെക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ഇവര് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ള ആൾക്കാര് അവരുടെയൊക്കെ കോമ്പിനേഷൻ നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ നിങ്ങൾ എഴുതി പഠിക്കേണ്ട ഒരു കാര്യമാണ് ന്യൂലി മാരീഡ് ഹെൽത്തി കപ്പിൾസിൽ നമ്മൾ ബെസ്റ്റ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത് ഏത് മെത്തേഡാണ്? ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആണ്. ഓക്കെ, ആൻഡ് കമ്പൈൻഡ് പിൽസിന്റെ എക്സാമ്പിൾസ് ആണ് മാല N ആൻഡ് മാല D. ഇതിൽ ഏതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫ്രീലി സപ്ലൈ ചെയ്യുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ്? ദാറ്റ്സ് എൻ എക്സാം ക്വസ്റ്റ്യൻ. അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ഇതിൽ എത്ര നമ്മളൊരു മാല N അല്ലെങ്കിൽ മാല D ഒരു സ്ട്രിപ്പ് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് എത്ര ടോട്ടൽ ടാബ്ലറ്റ് ഉണ്ട്? അതിൽ ഏതൊക്കെ ടാബ്ലറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്? മാല Nന്റെയും മാല Dയിലെയും കോൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയാണ്? ഇതൊക്കെ റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. അത് അടങ്ങിയതാണ് അടുത്ത സ്ലൈഡ്. ഓക്കെ, രണ്ടുപേരുടെയും കണ്ടന്റ് ഏകദേശം ഒക്കെ സെയിം ആണ്.
ലെവനോർഗസ്ട്രോൾ ആൻഡ് എഥിനൈൽ ഈസ്ട്രഡയോൾ ടാബ്ലറ്റ് ആണ് വിത്ത് ഫെറസ് ഫ്യൂമറേജ്. മനസ്സിലായോ? അപ്പൊ ഇന്നത്തെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ ഹോർമോൺസ് കൂടാതെ അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ആരെയാണ്? അയൺ ടാബ്ലറ്റ് ആണ്. ഇതിൽ എത്ര അയൺ ടാബ്ലറ്റ് ഉണ്ട്? അതൊരു എക്സാം ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, ഓർത്തോണം കേട്ടോ. രണ്ടിന്റെയും കോൺസ്റ്റിറ്റ്യുവൻസ് ഒക്കെ സെയിം ആണ്. മാല എന്ന് നോക്കിയാലും നോക്കിയേ, ലെവനർഗസ്ട്രോളും എഥിനൈൽ ഈസ്ട്രഡയോളും തന്നെയാണ് വിത്ത് ഫെറസ് ഫ്യൂമറേജ്. രണ്ടുപേരുടെയും കണ്ടന്റ് ഒക്കെ സെയിം ആണ്. പക്ഷെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട്, മാല എൻ ഈസ് അവൈലബിൾ അറ്റ് ഫ്രീ കോസ്റ്റ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫ്രീ കോസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു കോൺട്രാസെപ്റ്റീവ് കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്ഷൻ ആണ് മാല എൻ എന്ന് പറയുന്നത്. രണ്ടിലെയും കണ്ടന്റ് സ്റ്റാർ ഇട്ട് പഠിച്ചോണം, എഥിനൈൽ ഈസ്ട്രഡയോൾ ആൻഡ് ലെവനർഗസ്ട്രോൾ. ഓക്കെ, ആൻഡ് മാല ഡി ഈസ് അവൈലബിൾ അറ്റ് ₹3 പെർ പാക്കറ്റ്. ഒരു പാക്കറ്റിന് ₹3 വെച്ചിട്ടാണ് മാല ഡി വരുന്നത്. ഇനി അടുത്ത റെഡിൽ കൊടുത്തിരിക്കുന്നത് റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. 2 ടാബ്ലറ്റിനകത്തും നമുക്ക് ടോട്ടൽ 28 ടാബ്ലറ്റ് ഉണ്ട് ഒരു പാക്കിനകത്ത് കേട്ടോ. ഒരു പാക്കിനകത്ത് 28 ടാബ്ലറ്റ് ഉണ്ട്. അതില് 21 എണ്ണം ഹോർമോണൽ ടാബ്ലറ്റ്സ് ആണ്, ഹോർമോൺ ആണ്, പ്ലസ് 7 എണ്ണം അയൺ ടാബ്ലറ്റ് ആണ്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ, ടോട്ടൽ 28. അതിനകത്ത് 21 ഹോർമോൺ ടാബ്ലറ്റ് ആൻഡ് 7 അയൺ ടാബ്ലറ്റ് ഇൻ ദ ഫോം ഓഫ് ഫെറസ് ഫ്യൂമറേജ്. എക്സാം ക്വസ്റ്റ്യൻ. ഈ ഒരു സ്ലൈഡ് ബൈ ഹാർട്ട് ചെയ്ത് ഇപ്പോഴേ പഠിച്ചോണം. ഓക്കെ, ദെൻ അതുപോലെ യാസ്മിൻ അല്ലെങ്കിൽ നമ്മുടെ സ്കെറിൻ എന്ന് നമ്മൾ പറയും, അതിന്റെ കമ്പോണന്റ് ഓർത്തോണം. എഥിനൈൽ ഈസ്ട്രഡയോൾ പ്ലസ് ഡ്രോസ്പിരനോൺ ആണ് അതിന്റെ ഒരു ഇതായിട്ട് വരുന്നത് കേട്ടോ. ഓർ കമ്പൈൻഡ് കോൺട്രാസെപ്റ്റീവ് ആണ്. നമ്മുടെ മാല എൻ മാല ഡി പോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് ആര്? യാസ്മിൻ എന്ന് പറയുന്നത്. കണ്ടന്റ് ഓർത്തോണം, എഥിനൈൽ ഈസ്ട്രഡയോൾ ആൻഡ് ഡ്രോസ്പിരനോൺ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെച്ചോണം. അതുപോലെ അപ്പൊ നമ്മൾ കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ് ഫസ്റ്റ് പഠിച്ചത്. അതിനകത്ത് ഈസ്ട്രജൻ പ്ലസ് പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ ഉണ്ട്. എക്സാമ്പിൾസ് ഓർക്കുക, മാല എൻ, മാല ഡി ആൻഡ് യാസ്മിൻ. ആൻഡ് സെക്കൻഡ് കാറ്റഗറി ഈസ് പ്രൊജസ്ട്രോജൻ ഓൺലി പിൽ ഓർ POP എന്ന് പറയാം, അല്ലെങ്കിൽ മിനി പിൽ എന്ന് പറയും, അല്ലെങ്കിൽ മൈക്രോ പിൽ എന്ന് പറയും. അപ്പൊ ഇതിന്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനകത്ത് എന്തില്ല, ഈസ്ട്രോജൻ കണ്ടന്റ് ഇല്ല. നമ്മൾ ഓൺലി വെരി ലോ ഡോസ് പ്രൊജസ്ട്രോൺ മാത്രമേ ഈ പ്രൊജസ്ട്രോജൻ ഓൺലി പില്ലിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. ഓരോ ടാബ്ലറ്റിനകത്തും അടങ്ങിയിരിക്കുന്ന പ്രൊജസ്ട്രോജൻ എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ട് നോർ എഥിൻഡ്രോൺ ആണ്. എക്സാം ക്വസ്റ്റ്യൻ, നോർ എഥിൻഡ്രോൺ 0.35 milligram 28 ആക്റ്റീവ് പിൽസ് ഇതിനകത്ത് ഒരു പാക്കറ്റിനകത്ത് ഉണ്ടാവും. ഇനി പ്രൊജസ്ട്രോജൻ ഓൺലി പിൽസ് നമ്മൾ ലാക്ടേഷൻ, ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള വുമൻസിലും അതുപോലെ സ്മോക്കേഴ്സിലും യൂട്രിൻ ഫൈബ്രോയിഡ് ഉള്ള ആൾക്കാരിലും ഒക്കെ അത് യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രൊജസ്ട്രോജൻ ഓൺലി പില്ലിനെ നമ്മൾ ലാക്ടേഷൻ പില്ലെന്നും പറയാറുണ്ട്. നമുക്ക് സാധാരണ ബ്രസ്റ്റ് ഫീഡിംഗ് സമയത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന പില്ലാണ് പ്രൊജസ്ട്രോജൻ ഓൺലി പില്ല്. പ്രൊജസ്ട്രോജൻ മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഈസ്ട്രോജൻ കണ്ടന്റ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഇതിനെ ലാക്ടേഷൻ പില്ലെന്നും പറയാറുണ്ട്. അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. അതുപോലെ പ്രൊജസ്ട്രോജൻ ഓൺലി പിൽ എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് വിൽ മേക്ക് ദ സെർവിക്കൽ മ്യൂക്കസ് മോർ തിക്ക്. സെർവിക്കൽ മ്യൂക്കസിനെ കൂടുതൽ തിക്ക് ആക്കി മാറ്റും. അപ്പൊ ഓർത്തോണം, തിക്ക് ആയിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസിനകത്തൂടെ ആര് പെനട്രേറ്റ് ചെയ്ത് പോവില്ല? നമ്മുടെ സ്പേം പെനട്രേറ്റ് ചെയ്ത് മുകളിലേക്ക് പോവില്ല. അങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ അതുകൂടാതെ ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ ഡിസ്റ്റർബൻസസും, ഹെഡ് ഏക്ക്, ആക്നെ, ബേൺഔട്ട്, അതുപോലെ ബ്രസ്റ്റ് പെയിൻ, വജൈനൈറ്റിസ് ഒക്കെ ഉണ്ടാക്കാം നമ്മുടെ പ്രൊജസ്ട്രോജൻ ഓൺലി പില്ല്. യൂഷ്വലി ഇൻ 90% ഓഫ് ദ കേസസിലും നമ്മൾ OCP ടാബ്ലറ്റ് എടുക്കുന്നത് നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിതിൻ 3 monthsനുള്ളിൽ തന്നെ ഓവുലേഷൻ റിട്ടേൺ ചെയ്ത് നോർമൽ ആകുമെന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻലി കമ്പൈൻഡ് പിൽ പഠിച്ചു. സെക്കൻഡ് പ്രൊജസ്ട്രോജൻ ഓൺലി പിൽ, യൂഷ്വലി അതിനകത്ത് പ്രൊജസ്ട്രോജൻ മാത്രമേ കാണുള്ളൂ, ഈസ്ട്രോജൻ കണ്ടന്റ് ഇല്ല, നോർ എഥിൻഡ്രോൺ ഫോമിലാണുള്ളത്. ലാക്ടേഷൻ പില്ലെന്ന് നമ്മൾ പറയാറുണ്ട്. മെയിൻലി ആക്ട് ചെയ്യുന്നത് സെർവിക്കൽ മ്യൂക്കസിനെ തിക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യുന്നു. പിന്നെ അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചോളുക. അടുത്ത പേരിൽ തന്നെ ഉള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്ഷൻ ഓർ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽ, അല്ലെങ്കിൽ മോർണിംഗ് ആഫ്റ്റർ പിൽ എന്നൊക്കെ പറയും. ഇവരെപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, യൂഷ്വലി ഒരു പോസ്റ്റ് കോയിറ്റൽ, നമ്മളിപ്പം കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്ത് ആൾക്കാരെ ഇപ്പൊ പോസ്റ്റ് കോയിറ്റൽ നമ്മൾ സസ്പെക്ട് ചെയ്യുകയാണ്,
ഓക്കെ, ഇന്റർകോഴ്സിന് ശേഷം നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യുന്ന യൂസ് ചെയ്യുന്ന കോൺട്രാസെപ്റ്റീവ്സ് ആണ് എമർജൻസി പിൽസ് എന്ന് പറയുന്നത് നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന കേസസിൽ. അപ്പൊ അത് യൂഷ്വലി എപ്പോഴും എഫക്റ്റീവ് ആകുന്നത് ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സിന് ശേഷം വിതിൻ 72 അവേഴ്സിനുള്ളിൽ നമ്മൾ പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്ഷൻ അല്ലെങ്കിൽ എമർജൻസി പില്ല് കൊടുത്താൽ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. അത് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യും. ഓക്കെ, പക്ഷെ നമ്മൾ അപ് ടു 5 days വരെയൊക്കെ കൊടുക്കാം. പക്ഷെ സമയം കൂടുന്തോറും നമുക്ക് ആ പ്രഗ്നൻസി പ്രിവെൻഷൻ ഡിഫിക്കൽട്ട് ആയിട്ട് വരും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ്. എമർജൻസി പിൽ അല്ലെങ്കിൽ പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്ഷൻ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് വിതിൻ 72 hours ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കുന്നതാണ് പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്തുനിന്ന് റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ആരൊക്കെയാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ലെവനർഗസ്ട്രോൾ. ഓക്കെ, നമ്മൾ എമർജൻസി കോൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് ലെവനോർഗസ്ട്രോൾ. അത് പ്രൊജസ്റ്റിൻ കോമ്പൗണ്ട് ആണ്, പ്രൊജസ്ട്രോൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണ്. LNG നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് LNG കുറിച്ചിട്ട് അല്ലെ. ലെവനോർഗസ്ട്രോൾ യൂഷ്വലി നമ്മൾ 0.75 milligram ലെവനോർഗസ്ട്രോൾ 2 doses given at 12 hours interval at the earliest after unprotected coitus but within 72 hours. നമ്മൾ 2 ഡോസ് മെയിലി കൊടുക്കണം. 12 മണിക്കൂർ ഇടവിട്ടാണ് കൊടുക്കുന്നത്. ഓരോ ഡോസും 0.75 milligram വെച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. യൂഷ്വലി നമ്മളത് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാനായിട്ട് എമർജൻസി പില്ലായിട്ട് യൂസ്ഫുൾ ആണ്. ലെവനോർഗസ്ട്രോൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ലെവനോർഗസ്ട്രോൾ ആണ് വരുന്നത്. ഓക്കെ, ദെൻ മറ്റ് എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരെണ്ണമാണ് യൂസ് മെത്തേഡ്. എക്സാം ക്വസ്റ്റ്യൻ യൂസ് മെത്തേഡ്. യൂസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്പൈൻഡ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ പില്ലാണ് യൂസ് എന്ന് പറയുന്നത്. അതിനകത്ത് 100 microgram എഥനൈൽ ഈസ്ട്രയോളും 0.5 milligram ലെവനോർഗസ്ട്രോളിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് യൂസ്പ് മെത്തേഡ്. അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോണം. എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ മാല എൻ, മാല ഡി, ദെൻ യാസ്മിൻ, യുസ്പ്, ഇതൊക്കെ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. യുസ്പ് മെത്തേഡ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നതാണ്? നമ്മൾ എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആരെയൊക്കെ യൂസ് ചെയ്യുന്നു? നമ്മൾ ഈസ്ട്രോജൻ പ്ലസ് പ്രൊജസ്ട്രോൺ പില്ലിന്റെ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് യുസ്പ് മെത്തേഡ്. യൂഷ്വലി എപ്പോൾ കൊടുക്കണം? നമ്മൾ 72 hours തന്നെ കൊടുക്കണം. അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ് സസ്പെക്ട് ചെയ്താൽ നമ്മൾ വിതിൻ 72 hours തന്നെ കൊടുത്താൽ ഇത് അത്ര എഫക്റ്റീവ് ആവത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ലെവനോർഗസ്ട്രോൾ ആണ്. നമുക്ക് രണ്ടാമത്തെ ഒരു മെത്തേഡ് യുസ്പ് മെത്തേഡ് യൂസ് ചെയ്യാം. ദെൻ കോൺജുഗേറ്റഡ് ഇക്വൈൻ ഈസ്ട്രോജൻ കൊടുക്കാം എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആയിട്ട്. CEE എന്ന് പറയും, കോൺജുഗേറ്റഡ് ഇക്വൈൻ ഈസ്ട്രോജൻ 15 milligram ഓർലി ട്വൈസ് ഡെയിലി ഫോർ 5 days. അതുപോലെ മെഫപ്രിസ്റ്റോൺ കൊടുക്കാറുണ്ട് 10 milligram സിംഗിൾ ഡോസ് വിതിൻ 72 hours മെഫപ്രിസ്റ്റോൺ കൊടുക്കാറുണ്ട്. Then സെൻച്ച്ക്രൊമാൻ, എക്സാം ക്വസ്റ്റ്യൻ. സെൻച്ച്ക്രൊമാൻ അല്ലെങ്കിൽ അതിന്റെ ബ്രാൻഡ് നെയിം ആണ് സഹേലി. എക്സാം ക്വസ്റ്റ്യൻ ആണ്, അണ്ടർലൈൻ ചെയ്തോണം. സഹേലി. സഹേലി അല്ലെങ്കിൽ സെൻച്ച്ക്രൊമാൻ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് നോൺ സ്റ്റിറോയിഡൽ കോൺട്രാസെപ്റ്റീവ് ആണ്. എക്സാം ക്വസ്റ്റ്യൻ. അതിനകത്തുള്ള ആക്റ്റീവ് ആയിട്ടുള്ള കമ്പോണന്റ് ഏതാന്നുള്ളത് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓർമലോക്സിഫീൻ. ഓക്കെ, ഓർമലോക്സിഫീൻ. ഓർത്തെടുക്കാൻ എളുപ്പമാണ്. ഓർമലോക്സിഫീൻ. ഇറ്റ്സ് ആക്റ്റീവ് കമ്പോണന്റ് ഇൻ സഹേലി. സഹേലി ഈസ് സെൻച്ച്ക്രൊമാൻ. Sencroman is a combined oral contraceptive. Sorry, Sencroman is an emergency contraceptive. Clear ആയല്ലോ? Usually a tablet of 30 milligram ആണ് നമ്മൾ ഫസ്റ്റ് ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ടേക്കൻ ട്വൈസ് വീക്ക്ലി ഫോർ 12 weeks. ഒരു എമർജൻസി കോൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാതെയും യൂസ് ചെയ്യാം. സെൻക്രോമാൻ യൂസ് ചെയ്യാം കേട്ടോ. സഹേലി അല്ലെങ്കിൽ സെൻക്രോമാൻ സ്റ്റിറോയിഡൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിനകത്ത് ആക്റ്റീവ് കമ്പോണന്റ് പഠിച്ചു വെച്ചോണം. ഓർമലോക്സിഫീൻ. ക്ലിയർ ആയല്ലോ? ദെൻ കുറച്ചധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ഇട്ടേക്കാണ്. മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് എമർജൻസി കോൺസെപ്ഷൻ എന്ന് പറയുന്നത് കോപ്പർട്ടി IUCD ആണ്. എന്നാൽ മോസ്റ്റ് എഫക്റ്റീവ് ഹോർമോണൽ മെത്തേഡ് ഏതാന്ന് ചോദിച്ചാൽ ഉള്ളിപ്രിസ്റ്റാൽ. ഇറ്റ്സ് എ ബെസ്റ്റ് ചോയ്സ് ഫോളോവ്ഡ് ബൈ ലെവനോർഗസ്ട്രോൾ. ഇറ്റ്സ് എ സെക്കൻഡ് ബെസ്റ്റ് ചോയ്സ്. ഓക്കെ, മോസ്റ്റ് എഫക്റ്റീവ് ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ് ബെസ്റ്റ് ചോയ്സ് ഉള്ളിപ്രിസ്റ്റാൽ എന്ന് പറയുന്ന ടാബ്ലറ്റ് ആണ്. അതുപോലെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഈസ് ലെവനോർഗസ്ട്രോൾ. ഇനി എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യത്തില്ലാത്തത് ആരൊക്കെയാന്ന് ചോദിച്ചാൽ ഒന്ന് മിറീന, പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ് ആൻഡ് മിസോപ്രോസ്റ്റോൾ. ഓക്കെ, മിസോപ്രോസ്റ്റോൾ. മിസോപ്രോസ്റ്റോൾ എന്ന് പറഞ്ഞ ഒരു അബോർട്ടിഫിഷ്യൻ ഏജന്റ് കൂടെയാണ് കേട്ടോ. അത് എക്സാം ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് അത് സ്പെസിഫൈ ചെയ്തിട്ടേക്കുന്നത്.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്ഷൻ അല്ലെങ്കിൽ എമർജൻസി പിൽ അല്ലെങ്കിൽ മോർണിംഗ് ആഫ്റ്റർ പില്ലിനകത്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ദെൻ നമുക്ക് വൺസ് എ മന്ത് പിൽ അല്ലെങ്കിൽ ലോങ് ആക്ടിങ് പില്ലുണ്ട്. അതിനകത്ത് ലോങ് ആക്ടിങ് ഈസ്ട്രോജൻ ക്വിനസ്ട്രോൾ കോമ്പൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഷോർട്ട് ആക്ടിങ് പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ നമ്മൾ കൊടുക്കുന്നതാണ് വൺസ് എ മന്ത് പിൽ അല്ലെങ്കിൽ ലോങ് ആക്ടിങ് പിൽ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ എക്സാം ക്വസ്റ്റ്യൻ ആണ് മെയിൽ കോൺട്രാസെപ്റ്റീവ് പിൽ. ഇറ്റ്സ് എ ഗോസിപ്പോൾ. എക്സാം ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു മെയിൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ് ഗോസിപ്പോൾ. ഗോസിപ്പോൾ യൂഷ്വലി ഡിസ്കവർ ചെയ്തത് ചൈനയിലാണ്. അത് കോട്ടൺ സീഡ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന എന്തോ ഒരു കോമ്പൗണ്ട് ആണ്. അത് ഡയറക്ട്ലി സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ ആക്ട് ചെയ്ത് സ്പെർമാറ്റോജെനസിസ് മെയിലിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ നമ്മൾ സാധാരണ ഈ കോൺട്രാസെപ്ഷൻ എന്ന് കേൾക്കുമ്പോൾ യൂഷ്വലി ഒരു ഫീമെയിലിനെയാണ് ഓർക്കുന്നത്, അല്ലെ? അവർ കഴിക്കുന്ന ടാബ്ലറ്റ് ആയിട്ടാണ് ഓർക്കുന്നത്. എന്നാൽ ഗോസിപ്പോൾ മെയിൽസിൽ എടുക്കാൻ പറ്റുന്ന ടാബ്ലറ്റ് ആണ് ഗോസിപ്പോൾ എന്ന് പറയുന്നത് കേട്ടോ. അത് ഒരു കോട്ടൺ സീഡിന്റെ എക്സ്ട്രാക്ട് ആണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ ഡയറക്റ്റ് ആക്ട് ചെയ്ത് സ്പെർമാറ്റോജെനസിസ് ഇൻഹിബിറ്റ് ചെയ്ത് കളയുന്ന ആൾക്കാരാണ് ഈ ഗോസിപ്പോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട്. അതുകൂടെ ഓർത്തു വെച്ചോളാം. അതുപോലെ നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിന്റെ അബ്സല്യൂട്ട് ആയിട്ടുള്ള കോൺട്രാസ് ഇൻഡിക്കേഷൻസ് പഠിച്ചു വെക്കണം. സസ്പെക്ടഡ് ബ്രസ്റ്റ് ക്യാൻസർ, റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. സിവിയർ ഹൈപ്പർ ട്രൈഗ്ലൈസറിഡീമിയ, എക്സാം ക്വസ്റ്റ്യൻ. Then undiagnosed abnormal vaginal bleeding, exam question ആണ്. Thromboembolic disorders, pregnancy, moderate to severe hypertension, then impaired liver function, diabetes mellitus with vascular diseases, migraine with aura, and OCP is the contraceptive of choice in newly married couple. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അത് അബ്സല്യൂട്ട് കോൺട്രാഇൻഡിക്കേഷൻ അകത്ത് വരുന്നതല്ല, അത് ശരിക്കും എക്സ്ട്രാ പോയിന്റ് ആണ്. OCP is the contraceptive of choice in newly married couple. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ഇതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ, ഹൈപ്പർ ട്രൈഗ്ലൈസറിഡീമിയ, അബ്നോർമൽ വജൈനൽ ബ്ലീഡിംഗ്, ത്രോംബോഎംബോളിക് ഡിസോർഡേഴ്സ്, ഇതെല്ലാം എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയാസ് ആണ്. ഓക്കെ, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അതുപോലെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾക്ക് ആന്റിബയോട്ടിക്, നമുക്ക് റിഫാംബിസിൻ അറിയാം, ആന്റി ടി ബി ഡ്രഗ് ആണ്. സോ റിഫാംബിസിൻ ഡിക്രീസസ് ഈസ്ട്രോജൻ കോൺസെൻട്രേഷൻ ഇൻ വുമൺ ടേക്കിംഗ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ. സോ ഇറ്റ് പ്രിവെന്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ പിൽ ഇൻ പ്രിവെന്റിംഗ് പ്രഗ്നൻസി. സോ നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എടുക്കുമ്പോൾ റിഫാംബിസിൻ കൊടുത്താൽ ശ്രദ്ധിച്ചേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് ആന്റി ടി ബി ഡ്രഗ് ആണ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കണ്ടെയ്നിങ് ഈസ്ട്രോജൻ എടുക്കുന്നവർക്ക് കൊടുക്കരുതാത്തത്? റിഫാംബിസിൻ. അതിന്റെ എഫക്റ്റീവ്നെസ് കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ OCP, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, ബ്ലഡ് ലോസ് കുറയാൻ സഹായിക്കും. അതുകൊണ്ട് അത് ഏതൊക്കെ സന്ദർഭങ്ങളിൽ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം? മെനറാജിയ ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം. അതുപോലെ OCP ആക്നെ, ഹിർസ്യൂട്ടിസം ഒക്കെ പ്രിവെന്റ് ചെയ്യാറുണ്ട്. അതുപോലെ ബിനൈൻ ബ്രസ്റ്റ് ഡിസീസസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാറുണ്ട്. Okay, and most common side effect of OCP is breakthrough bleeding. Exam question. Most common side effect of IUCD, hospital അല്ലെ, IUCD നമ്മുടെ ഇൻട്രായൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസിന് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്ന റിപ്പീറ്റഡ് ഒരു കംപ്ലൈന്റ് ആണ് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞ വജൈനൽ ബ്ലീഡിംഗ്. അപ്പം ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ് ഇസ് ദ മോസ്റ്റ് കോമൺ സൈഡ് ഇഫക്റ്റ് ഓഫ് OCP. ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കാം. നമുക്ക് കൂടുതലും എക്സാം പോയിന്റുകളാണ് പറയുന്നത് കേട്ടോ. കാരണം നമ്മൾ കൂടുതൽ തിയറി അതിന്റെ ആസ്പെക്റ്റുകൾ പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലത് എപ്പോഴും എക്സാം പോയിന്റുകൾ പഠിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഓരോരോ എക്സാം പോയിന്റ് ആയിട്ട് പറഞ്ഞു തരുന്നത്. എല്ലാം നോട്ട് ചെയ്യുക, എല്ലാം പഠിച്ചു വെക്കുക. ദെൻ നമുക്ക് ഡിപ്പോർട്ട് ഫോർമുലേഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇൻജെക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്. എക്സാമ്പിൾസ് ആണ് പ്രൊജസ്ട്രോജൻ ഓൺലി ഇൻജെക്റ്റബിൾസ്. പ്രൊജസ്ട്രോജൻ മാത്രം അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ മാത്രമുള്ള ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള കൊടുക്കാൻ പറ്റുന്ന കോൺട്രാസെപ്റ്റീവ്സിന് എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് DMPA. DMPA അതിന്റെ ഫുൾ ഫോം തന്നെ എക്സാം ക്വസ്റ്റ്യൻ ആണ്. DMPA എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പോട്ട് മെഡ്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ്. DMPA, ഡിപ്പോട്ട് മെഡ്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ്. ഇതെന്ന് പറയുന്നത് ഒരു നമ്മുടെ പ്രൊജസ്ട്രോൺ ഉള്ള ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. യൂഷ്വലി നമ്മൾ 150 milligram DMPA IM ആണ് കൊടുക്കുന്നത്. അതിന്റെ റൂട്ട് ഓർത്തോണം, IM അണ്ടർലൈൻ ചെയ്യാം. എവരി 3 months ഓർ 300 milligram IM എവരി 6 months. സൈറ്റ് യൂഷ്വലി നമ്മൾ ഇൻട്രാമസ്കുലർ അല്ലേ, നമുക്ക് ഡെൽറ്റോയിഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലൂട്ടിയൽ മാക്സിമസ് യൂസ് ചെയ്യാം കേട്ടോ. ഗ്ലൂട്ടിയൽ മസിൽസ് ഡെൽറ്റോയിഡിലോ നമുക്ക് ഈ IM ഇഞ്ചക്ഷൻ കൊടുക്കാം. ദാറ്റ് ഇസ് IM നമ്മൾ DMPA. അതൊരു ഡിപ്പോർട്ട് ഫോർമുലേഷൻ ആണ്. ദാറ്റ് മീൻസ് അത് ഓറലി നമ്മൾ കൊടുക്കുന്നതല്ല, നമ്മൾ ഇൻജെക്റ്റബിൾ ആയിട്ടാണ് നമ്മൾ DMPA കൊടുക്കുന്നത്. അതുപോലെ NET-EN ഉണ്ട്. NET-EN എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ഓർത്തോണം. നോർ എഫിസ്റ്ററോൺ
enanthate, norepinephrine enanthate. അതിനകത്തെ compound എന്ന് പറയുന്നത് norepinephrine enanthate ആണ്. 200 milligram IM ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ DMPA സബ്ക്യൂ റൂട്ടിലും കൊടുക്കുന്ന കോമ്പൗണ്ട് നമുക്ക് അവൈലബിൾ ആണ്. അത് ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യും. ലോവർ ഡോസ് എന്ന് പറഞ്ഞാൽ 104 milligram ആണ്. നമ്മൾ സബ്ക്യൂട്ടേനിയസ്ലി ആണ് അത് കൊടുക്കുന്നത്. അതുപോലെ സിക്കിൾ സെൽ അനീമിയയിലൊക്കെ ബെസ്റ്റ് കോൺട്രാസെപ്റ്റീവ് ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ DMPA സബ്ക്യൂ റൂട്ടിലുള്ള കോമ്പൗണ്ട് ആണ്. അതുപോലെ സബ്ഡെർമൽ ഇംപ്ലാന്റ്, നമ്മൾ ഇംപ്ലാന്റുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പെയിൻ ഇംപ്ലാന്റുകളൊക്കെ വെച്ചിട്ട് സ്ലോലി ആ ഒരു മെഡിസിൻ റിലീസ് ചെയ്യും അല്ലെ. അതുപോലെ നമുക്ക് കോൺട്രാസെപ്റ്റീവ്സ് ഇംപ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം, സബ്ഡെർമൽ ഇംപ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അത് ഓവുലേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത് നോൺ ഡോമിനന്റ് ഹാൻഡിൽ അപ്പർ ആമിലാണ് ഈ ഇംപ്ലാന്റ് വെക്കുന്നത്. ഇംപ്ലാന്റ് വെക്കും. യൂഷ്വലി നമ്മൾ ഇംപ്ലാന്റ് ഇൻസേർട്ട് ചെയ്യുന്നത് വിതിൻ 5 days ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആണ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ അബോർഷൻ വെക്കാം, അല്ലെങ്കിൽ 3 weeks ആഫ്റ്റർ പോസ്റ്റ്പാർട്ടം. സ്ലോലി ആ ഒരു OCP റിലീസ് ചെയ്തോളും. OCP അല്ലെ കോൺട്രാസെപ്റ്റീവിനെ റിലീസ് ചെയ്തോളും. അതാണ് സബ്ഡെർമൽ ഇംപ്ലാന്റ്സ്. അതിന് എക്സാമ്പിൾ ആണ് നോർപ്ലാന്റ് ഉണ്ട്. നോർപ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ഡെർമൽ പ്രൊജസ്ട്രോൺ ഇംപ്ലാന്റ് ആണ്. ദെൻ ഇംപ്ലാനോൺ ഉണ്ട്. ഇതിനൊക്കെ പേരുകൾ ഓർത്തു വെക്കുക കേട്ടോ. നോർപ്ലാന്റ്, ഇംപ്ലാനോൺ, ഇതൊക്കെ നമ്മുടെ സബ്ഡെർമൽ ഇംപ്ലാന്റിന് എക്സാമ്പിൾസ് ആണ്. Advantages should be used in female who need next pregnancy after 2 to 3 years. Can be used in females with contraindications for the use of estrogen containing contraceptives, and can be used immediately after postpartum. Can be used by lactating females, and not associated with the changes in carbohydrate or lipid metabolism. There is no adverse effects on bone density. Most high efficiency ഉണ്ട്. അതുപോലെ ഫെയിലിയർ റേറ്റ് കുറവാണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ STDസിനെ ഒന്നും പ്രൊട്ടക്ട് ചെയ്യത്തില്ല. ഇറഗുലർ വജൈനൽ ബ്ലീഡിംഗ് ഉണ്ടാക്കാം. അതുപോലെ ഹെഡ് ഏക്ക് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും അങ്ങോട്ട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസിലേക്കും പോയില്ലെങ്കിലും നമ്മൾ ടിപ്പിക്കലായിട്ട് ഓരോ സെക്ഷൻ പഠിക്കുമ്പോൾ അതിന്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസും അതിന്റെ കമ്പോണന്റുകളും നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ. അതുപോലെ നമ്മൾ പറഞ്ഞു ഡിപ്പോർട്ട് ഫോർമുലേഷനകത്ത് മെയിൻലി നമ്മൾക്ക് ഇൻജെക്ടബിൾസ് ഉണ്ട്, ഇംപ്ലാന്റുകൾ ഉണ്ട്. മൂന്നാമത്തേതാണ് വജൈനൽ റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇൻജെക്ടബിൾ പഠിച്ചു, DMPA, NET-EN, DMPA സബ്ക്യൂ അല്ലെ. പിന്നെ വരുന്നത് നമ്മുടെ ഇംപ്ലാന്റുകളാണ്, നോർപ്ലാന്റ്, ഇംപ്ലാനോൺ, ഇവരൊക്കെ സബ്ഡെർമൽ ഇംപ്ലാന്റുകളാണ്. മൂന്നാമത്തേതാണ് വജൈനൽ റിംഗ് എന്ന് പറയുന്നത്. വജൈനൽ റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വജൈനയിൽ വോം ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. ഒരു ലൈക്ക് നമ്മൾ ഒരു റിംഗ് പോലെ ഇരിക്കുന്നതാണ്. അതിനകത്തുള്ള കമ്പോണന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. ലെവനർഗസ്ട്രോൾ ആണ് കമ്പോണന്റ് വരുന്നത്. ഓക്കെ, ലെവനർഗസ്ട്രോൾ ആണ് ഈ വജൈനൽ റിംഗിന്റെ കമ്പോണന്റ് വരുന്നത്. അത് നമുക്ക് യൂസ് ചെയ്യാം. അതൊരു എന്താണ്, ഒരു ഡിവൈസ് ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വജൈനൽ റിംഗ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് മെയിൻലി ഇത് ഇത്രയും കണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും വേണ്ട. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം ഓർത്തു വെച്ച് പഠിച്ചാൽ മതി. നമ്മൾ ആദ്യം ഹോർമോണൽ കോൺട്രാസെപ്ഷൻ, മെയിൻലി നമുക്ക് ഫസ്റ്റ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനകത്ത് പറഞ്ഞ എന്താണ്, മെയിൻലി അതിനകത്ത് വരുന്ന 2 ഹോർമോൺസ് ആണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട്. ഫസ്റ്റ് ഈസ്ട്രോജൻ ആൻഡ് സെക്കൻഡ് ഈസ് പ്രൊജസ്ട്രോൺ അല്ലെ, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്. ദെൻ അതിനകത്ത് നമുക്ക് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിനകത്ത് ശരിക്കും വരുന്ന സബ് കാറ്റഗറീസ് ആണ് കമ്പൈൻഡ് പിൽ. കമ്പൈൻഡ് പിൽ എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും, ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കോമ്പിനേഷൻ ആണ് വരുന്നത്. എന്നാൽ പ്രൊജസ്ട്രോജൻ ഓൺലി പിൽ, മിനി പിൽ, മൈക്രോ പിൽ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ആര് മാത്രമേ ഉള്ളൂ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് മാത്രമേ ഉള്ളൂ, ഈസ്ട്രോജൻ ഇല്ല. ദെൻ പോസ്റ്റ് കോയിറ്റൽ പിൽ, എമർജൻസി ഓർ മോർണിംഗ് ആഫ്റ്റർ പിൽ എന്ന് പറഞ്ഞാൽ എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, പോസ്റ്റ് കോയിറ്റൽ അവരെ സസ്പെക്ട് ചെയ്യുവാണ് അല്ലെ, പ്രഗ്നൻസി സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് നമ്മൾ എന്ത് പറയും, അങ്ങനെ നമ്മൾ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നു കഴിഞ്ഞാൽ വിതിൻ 72 hours എമർജൻസി പിൽ എടുത്തു കഴിഞ്ഞാൽ അത് പ്രഗ്നൻസി അത് അവോയ്ഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതാണ് പോസ്റ്റ് കോയിറ്റൽ അല്ലെങ്കിൽ എമർജൻസി പില്ല്. അതിൽ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ IUCD തന്നെയാണ്. പിന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലെവനർഗസ്ട്രോൾ. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഉള്ളിപ്രിസ്റ്റൽ എന്ന് പറഞ്ഞ ഹോർമോണൽ മെത്തേഡാണ് വരുന്നത്. ഇനി വൺസ് എ മന്ത് പില്ല് അല്ലെങ്കിൽ ലോങ് ആക്ടിങ് പില്ലുണ്ട്. മെയിൽ പില്ല് നമ്മൾ പറഞ്ഞു, ഗൊസിപ്പൽ എന്ന് പറയുന്ന ഒരു ചൈനയിൽ ഡിസ്കവർ ചെയ്ത് കോട്ടൺ സീഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അത് എന്ത് ചെയ്യും, നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ അഫക്ട് ചെയ്ത് സ്പെർമാറ്റോജെനസിസ് അവോയ്ഡ് ചെയ്യും. അതാണ് മെയിൽ പിൽ എന്ന് പറയുന്നത്. ഇത്രയും നമ്മുടെ എന്തിൽ വരുന്നതാണ്, ഓറൽ പിൽസിനകത്ത് വരുന്നതാണ്. ദെൻ
ഡിപ്പോർട്ട് ഫോർമുലേഷൻസിനകത്ത് വരുന്നതാണ് ഇൻജെക്ടബിൾസ്. നമ്മൾ ഇൻജെക്ടബിൾസിനകത്ത് കണ്ടു മെയിൻലി DMPA, HEN, DMPA സബ്ക്യൂട്ടേനിയസ് ഫോമിലും ഉണ്ട്. അതുപോലെ സബ്ക്യൂട്ടേനിയസ് ഇംപ്ലാന്റുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വജൈനൽ റിങ്സ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഹോർമോണൽ കോൺട്രാസെപ്ഷനകത്ത് മെയിൻലി വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? നമ്മൾ ഹോർമോൺസ് യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഒരു ഫാമിലി പ്ലാനിങ് മെത്തേഡ് ആയിട്ട്, ഒരു കോൺട്രാസെപ്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കൂടെ നമുക്ക് പറയാം. ഒന്ന്, പോസ്റ്റ് കൺസംഷണൽ മെത്തേഡ് ഓർ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഓർ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് MTP ആക്ടിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് നോക്കണം. MTP എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. MTP എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. പോസ്റ്റ് കൺസംഷണൽ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? അവർ കൺസീവ് ചെയ്തു അല്ലെ, ഒരു എന്താണ് കൺസീവ് ചെയ്തതിന് ശേഷം ആ ഒരു എംബ്രിയോ അല്ലെങ്കിൽ ആ ഒരു സൈഗോട്ടിനെ വെളിയിൽ കളയാൻ പറ്റുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഒരിക്കലും അൺനെസസറി ആയിട്ട് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഒരു സൈഗോട്ട്, ഒരു കുഞ്ഞു ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൊല്ലുക എന്നുള്ളത് അല്ലെ. ഇറ്റ്സ് എ ഹ്യൂമൻ ബീയിങ്, അതൊരു ചെറിയ ഫോമാണ്, അതിനെ കൊന്നു കളയാനൊന്നും പാടില്ല. പക്ഷെ ചില കണ്ടീഷൻസിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചെയ്യാമെന്ന് നമ്മുടെ ലോ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അത് ചെയ്യേണ്ട ചില സാഹചര്യങ്ങളിൽ മാത്രം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് പോസ്റ്റ് കൺസംഷണൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. വൺസ് സൈഗോട്ട് ഫോം ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. MTP ആക്ട് ഫസ്റ്റ് പാസ് ചെയ്തത് 1971 എക്സാം ക്വസ്റ്റ്യൻ, ആൻഡ് ഇറ്റ് കം ഇൻ ടു എൻഫോഴ്സ് ഇൻ ടു ആക്ഷൻ by 1st April 1972. MTP Act is revised in the year 1975 and it came into enforce in Jammu and Kashmir in 1974. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1971, 72, 74, 75. 71 MTP Act പാസ് ചെയ്തു, 72 നിലവിൽ വന്നു, 74 ജമ്മു ആൻഡ് കാശ്മീർ നിലവിൽ വന്നു, 1975 അത് പുതിയതായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും 4 കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും എക്സാമിന് നമുക്ക് ചോദിക്കുന്നത്. ഇനി ഏതൊക്കെ കണ്ടീഷൻസിൽ നമുക്ക് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാം? എല്ലാ കണ്ടീഷൻസിലും വെറുതെ ഇവർക്ക് തോന്നുന്ന പോലെ പോയി പ്രഗ്നൻസി നമുക്ക് ടെർമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല അല്ലെ, അതൊരു എന്താണ് ക്രൈമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാൽ ചില കണ്ടീഷൻസിൽ നമ്മളത് ലോ പ്രകാരം അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മെഡിക്കൽ റീസൺ ആണ്. മെഡിക്കൽ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് അമ്മയുടെ ലൈഫിന് വളരെ ഡേഞ്ചർ ഉണ്ട് എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അമ്മയുടെ ഹെൽത്ത് കണ്ടീഷൻ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും, അവരുടെ ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യും, അവരുടെ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ MTP ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. യൂജനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ചൈൽഡ് ബീങ് ബോൺ വിത്ത് സീരിയസ് ഫിസിക്കൽ ഓർ മെന്റൽ ഹാൻഡിക്യാപ്പ്. നമ്മൾ ആദ്യത്തെ വീക്സിലൊക്കെ നമ്മൾക്കറിയാം പലവട്ടം നമ്മൾ അൾട്രാസൗണ്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യും. അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റോ അബ്നോർമാലിറ്റിയോ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്, ഹാൻഡിക്യാപ്പ് കണ്ടുപിടിക്കുകയാണ്, സീരിയസ് ആയിട്ടുള്ള ഫിസിക്കൽ അബ്നോർമാലിറ്റി കുഞ്ഞിനുണ്ട്. അങ്ങനത്തെ കണ്ടീഷൻസിൽ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും അത് ഫീൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ അല്ലെ, അതിന് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും, ആ കുഞ്ഞിന് തന്നെ ബുദ്ധിമുട്ടാണ്. ആ കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? MTP അലൗ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള റീസൺസിന് നമ്മൾ എന്ത് പറയും? യൂജനിക്. ടെക്നോളജി ഓർത്തോണം. ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദ പ്രഗ്നൻസി ഈസ് എ റിസൾട്ട് ഓഫ് റേപ്പ് വിക്ടിം, അവരറിയാതെ പറ്റിപ്പോയ കാര്യമാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു മറ്റൊരാള് അവരിലേക്ക് ഇഞ്ചുറി ചെയ്തതാണ്. അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ചിൽ MTP അലൗ ചെയ്യാം. അതുപോലെ സോഷ്യോ എക്കണോമിക്, if a reasonable foreseeable environmental risk for injury of mother's health. സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തും ചെയ്യാം. ഓക്കെ, ഇതൊരു മെഡിക്കൽ ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് വരുന്നതാണ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ നോക്കി ചെയ്യാം. അതുപോലെ if it is a result of failure of contraceptives, ഒരു കോൺട്രാസെപ്റ്റീവ് ഡിവൈസ്, ഒരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത ഡിവൈസ് അല്ലെങ്കിൽ അവർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡിവൈസിന് ഫെയിലിയർ ഉണ്ടായി, അങ്ങനെ സംഭവിച്ച ഒരു പ്രഗ്നൻസി ആണെങ്കിലും നമുക്ക് MTP ചെയ്യാനുള്ള പ്രൊവിഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർ MTP ആക്ട് 1971 തന്നിട്ടുണ്ട്. ഓക്കെ, എൻഫോഴ്സ് ചെയ്ത് വന്നത് എന്താണ്? 1972 ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത്. അപ്പൊ മെയിൻലി നിങ്ങൾ ഓർത്തിരിക്കാം, മെയിൻലി മെഡിക്കൽ കോഴ്സസ് ഉണ്ട്, യൂജനിക് കോഴ്സസ് ഉണ്ട്, ഹ്യൂമാനിറ്റേറിയൻ കോഴ്സസ് ഉണ്ട്, സോഷ്യോ എക്കണോമിക് കോഴ്സസ്, ദെൻ ഫെയിലിയർ ഓഫ് കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ്.
ഇനി ആർക്കാണ് MGP ചെയ്യാൻ പറ്റുന്നത്? എല്ലാവർക്കും പോയി ഈ എന്താണ് ഒരു MGP ചെയ്യാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ MGP ചെയ്ത് കൊടുക്കാനൊന്നും നമുക്ക് പെർമിഷൻ ഇല്ല. നമ്മുടെ ലോ അനുസരിച്ച് പറയുന്നു, എ പേഴ്സൺ ഹു അസിസ്റ്റഡ് 25 MGP in an authorized center and have a certificate, അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. One who got 6 months training in OBG, സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ one who got a diploma or degree in OBG, സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് MGP is permitted up to 20th week of pregnancy. നമ്മൾ 20th വീക്ക് വരെ MGP പെർമിറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി in case if the pregnancy exceeds 12 weeks, the opinion of 2 medical practitioners is required. നമുക്ക് എപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് MGP നമുക്ക് 40 വീക്സ് വരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. MGP ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 20th വീക്ക് ആണ്, 20ാമത്തെ ആഴ്ച. ഓക്കെ, MGP ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം MGP ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, 22, 24 വീക്സ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്ത് വെക്കണം, നമുക്ക് 20th വീക്ക് വരെയാണ് ഇത് അലൗ ആയിട്ടുള്ളത്. 12 വീക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ഒപ്പീനിയൻ ഉണ്ടെങ്കിലേ നമുക്ക് MGP ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനിയുള്ളത് കുറച്ച് മിസലേനിയസ് മെത്തേഡുകളാണ്. നാച്ചുറൽ ഫാമിലി പ്ലാനിങ് മെത്തേഡുകളുണ്ട്, മെയിൽ സ്റ്റെറിലൈസേഷൻ, ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ, ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്കും പ്ലസ് നമ്മുടെ എക്സാം പോയിന്റിന്റെ ഡിസ്കഷനും കൂടെ കഴിയുമ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ട് കിട്ടും. ഓക്കെ, കുറച്ചധികം ഉള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. നമുക്ക് ഇത്ര പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞു വിട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇതൊരു 3 പാർട്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തത് കേട്ടോ. അപ്പോ ഇന്ന് തന്നെ ഈ ഒരു ടോപ്പിക് കൂടെ കണ്ടു പഠിച്ചു വെക്കുക. അടുത്ത ഒരു സെക്ഷനിൽ നമുക്ക് ബാക്കിയുള്ള ചെറിയ ടോപ്പിക്കുകളും പ്ലസ് ഇതിന്റെ എക്സാം ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ കോൺട്രാസെപ്ഷൻ ഓർ ഫെർട്ടിലിറ്റി കൺട്രോൾ ഓർ ബർത്ത് കൺട്രോൾ എന്ന വളരെ വലിയൊരു ടോപ്പിക്ക് പഠിച്ചു വെച്ചാൽ തന്നെ പകുതി നമുക്ക് ആശ്വാസം കിട്ടും എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്ത് നമുക്കറിയാം. There are any devices or process or methods that prevent unwanted pregnancy. നമ്മൾ മെയിൻലി 2 മെത്തേഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടെമ്പററി മെത്തേഡ് ഓർ സ്പേസിംഗ് മെത്തേഡ് ആൻഡ് പെർമനന്റ് മെത്തേഡ് ഓർ ടെർമിനൽ മെത്തേഡ്. ആൻഡ് മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ ഞാൻ പറഞ്ഞിരുന്നു, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇതിനകത്ത് വരുന്ന എന്തൊക്കെയാണെന്ന് പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. പേൾ ഇൻഡെക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ്സ് എ കോൺട്രാസെപ്റ്റീവ്സിന്റെ ഫെയിലിയർ അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റീവ്നെസ് നോക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് പേൾ ഇൻഡെക്സ്. അതിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ബാരിയർ മെത്തേഡ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു. ദെൻ ഇൻട്രായൂട്ടറിൻ ഡിവൈസസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഐഡിയൽ ടൈം. ദെൻ ഹോർമോണൽ കോൺട്രാസെപ്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മിസലേനിയസ് ടോപ്പിക്സും പ്ലസ് നമ്മുടെ പെർമനന്റ് മെത്തേഡിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് എവറി പോയിന്റ് വിൽ ബി ക്ലിയർ. എക്സാം പോയിന്റും കൂടെ നമുക്ക് അടുത്ത സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യാം. ഒത്തിരി ടെൻഷനൊന്നും അടിച്ച് പഠിക്കേണ്ടാത്ത ഒരു ടോപ്പിക്കാണ്. പഠിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് കൂളായിട്ട് പഠിക്കുക. പോയിന്റുകളൊക്കെ അണ്ടർലൈൻ ചെയ്ത് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പൊ ഇത് ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് ഞാനിപ്പോ വൈൻഡപ്പ് ചെയ്യാണ്. സമയം ഒട്ടും കളയാനില്ല, നന്നായിട്ട് പഠിച്ചോളുക. അടുത്ത സെക്ഷൻ വിതിൻ 2 or 3 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോൺട്രാസെപ്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള എൻറ്റയർ എക്സാം പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ പോയിന്റ്സും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നന്നായി യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ ബെസ്റ്റ് ഓഫ് ലക്ക്. നെക്സ്റ്റ് സെക്ഷനിൽ കാണാം.